നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. മാന്നാമംഗലം വെള്ളക്കാരിത്തടത്ത് കിണറ്റിൽ വീണ കാട്ടാന ചരിഞ്ഞു. മാപ്രാണത്ത് ബാങ്കിൽ ജീവനക്കാരെ അബോധാവസ്ഥയിൽ കണ്ടെത്തി. KK ശൈലജ ടീച്ചർക്കെതിരെ നടത്തിയ സൈബർ ആക്രമണത്തിൽ KSTA ചാലക്കുടി സബ് ജില്ലാ കമ്മിറ്റി പ്രതിഷേധിച്ചു. PN രവീന്ദ്രൻ മൂന്നാം അനുസ്മരണ ദിനവും എൻഡോമെന്റ് വിതരണവും സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. മാന്നാമംഗലം വെള്ളക്കാരിത്തടത്ത് കിണറ്റിൽ വീണ കാട്ടാന ചരിഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രി 1 മണിയോടെ വെള്ളക്കാരിത്തടം ആനക്കുഴി സ്വദേശി കുരിക്കാശ്ശേരി സുരേന്ദ്രന്റെ വീട്ടിലെ കിണറ്റിലാണ് കാട്ടാന അബദ്ധത്തിൽ വീണത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും എല്ലാം നേതൃത്വത്തിൽ രക്ഷാദൌത്യം നടത്തുകയായിരുന്നു. എന്നാൽ ഇതിനിടെ ആനയ്ക്ക് അനക്കമില്ലെന്ന് കാണുകയും വനം വകുപ്പ് ഉദ്യോഗസ്ഥരടക്കം സംശയം തോന്നുകയും ചെയ്തതോടെ പരിശോധിച്ചപ്പോഴാണ് ആന ചരിഞ്ഞതായി മനസ്സിലാക്കിയത്. ഇതോടെ മണിക്കൂറുകളോളം നീണ്ട രക്ഷാദൌത്യമാണ് ഫലമില്ലാതായത്. കഴിയുന്ന പോലെയെല്ലാം ആനയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചുവെന്നാണ് പ്രദേശവാസികൾ പറഞ്ഞത്. JCB ഉപയോഗിച്ച് കുഴിയെടുത്താണ് ആനയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിരുന്നത്. പുലർച്ചെ 1:30യോടെയാണ് ആന കിണറ്റിൽ വീണതെന്ന് വീട്ടുടമ പറയുന്നു. പ്രദേശത്ത് ആനശല്യം രൂക്ഷമാണെന്നും സുരേന്ദ്രൻ പറയുന്നു. വീട്ടുകാർ ഉപയോഗിക്കുന്ന കിണർ തന്നെയാണിത്. അല്പം ആഴമുള്ള കിണറാണ്. അതേ അവസ്ഥയിൽ ഇവിടെ കുറെ റബ്ബറുകൾ വെട്ടാൻ നിൽക്കുന്നുണ്ട്. ആ റബ്ബറൊന്നും രാത്രി ഒന്നും വെട്ടാൻ പറ്റില്ല. നേരം വെളുത്ത് ആനയൊക്കെ പോയെന്ന് അറിഞ്ഞിട്ട് തന്നെ വെട്ടാൻ പറ്റുള്ളൂ. അങ്ങനെ എല്ലാവരും ഒരു പേടിച്ചാണ്. ഇങ്ങനെ കുറെ ആളുകളൊക്കെ ഇവിടുന്ന് നിലം വിട്ട് ഇറങ്ങിപ്പോയി. ഇറങ്ങിപ്പോകാൻ പറ്റാത്തവർക്ക് കൂടി ജീവിക്കണമല്ലോ. അപ്പോൾ ഭയങ്കര വിഷമത്തിൽ നിന്നുകൊണ്ടാണ് ജീവിതം കാര്യങ്ങളൊക്കെ. ഇതൊരു നിത്യേനുള്ള സംഭവം തന്നെയാണ്. ആന വരും എല്ലാ മൃഗങ്ങളും ഇങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷേ ഫോറസ്റ്റുകാരുടെ ഭാഗത്തുനിന്നൊക്കെ നല്ല സഹായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓഫീസർ ഫ്രെഡ്ജി, അതുപോലെ മച്ചാട് റേഞ്ച് ഓഫീസർ, വടക്കാഞ്ചേരി റേഞ്ച് ഓഫീസർ, ബഹുമാനപ്പെട്ട തൃശൂർ DFO എന്നിവർ വളരെ പെട്ടെന്ന് തന്നെ സ്ഥലത്തെത്തിച്ചേരുകയും സ്റ്റാഫെല്ലാം എത്തിച്ചേരുകയും റെസ്ക്യൂ ഓപ്പറേഷൻസ് ആരംഭിക്കുകയും ചെയ്തു. പക്ഷെ ദൗർഭാഗ്യവശാല് നമുക്ക് മാപ്രാണത്ത് ബാങ്കിൽ ജീവനക്കാരെ അബോധാവസ്ഥയിൽ കണ്ടെത്തി. മാപ്രാണം സെന്ററിലെ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം പ്രവർത്തിക്കുന്ന സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ മാപ്രാണം ബ്രാഞ്ചിന്റെ ഉള്ളിലാണ് അപകടം നടന്നത്. തിങ്കളാഴ്ച രാത്രി 6 മണിയോടെയാണ് സംഭവം. ബാങ്കിലെ ലോക്കർ റൂമിൽ ജീവനക്കാരായ 3 സ്ത്രീകൾ ബോധരഹിതരായി കിടക്കുന്നത് കണ്ട് സഹജീവനക്കാരനും ബോധരഹിതനാവുകയായിരുന്നു. ചേർപ്പ് സ്വദേശി ഇമ ജേക്കബ്, ഇരിഞ്ഞാലക്കുട സ്വദേശി ലോൻ DPL, പത്തനംതിട്ട സ്വദേശി സ്റ്റെഫി, അസിസ്റ്റന്റ് മാനേജർ പുത്തഞ്ചിറ സ്വദേശി ഡിൻഡോ എന്നിവരാണ് ബോധരഹിതരായത്. ബാങ്കിലെ ഗോൾഡ് അപ്രൈസർ നാട്ടുകാരെ അറിയിച്ചതിനെ തുടർന്ന് സമീപവാസികളുടെ നേതൃത്വത്തിൽ ഇവരെ സമീപത്തെ ലാൽ ആശുപത്രിയിലും പിന്നീട് ഗുരുതരാവസ്ഥയിലുള്ള 3 പേരെ തൃശൂർ എലൈറ്റ് ആശുപത്രിയിലും മാറ്റി. ഇരിഞ്ഞാലക്കുട പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു. ബാങ്കിനകത്ത് കാർബൺ മോണോക്സൈഡ് വാതകത്തിന്റെ സാന്നിധ്യം സംശയിക്കുന്നതായും പോലീസ് പറഞ്ഞു. പ്രദേശത്ത് 3 മണിക്കൂറോളം വൈദ്യുതി ഉണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ ജനറേറ്ററാണ് ബാങ്കിൽ പ്രവർത്തിച്ചിരുന്നത്. ബാങ്കിനകത്ത് തന്നെയുള്ള ജനറേറ്ററിന്റെ റൂമിന്റെ ജനലുകൾ അടച്ചിട്ട നിലയിലായിരുന്നു. ഇതാകാം വാതകം ബാങ്കിനകത്ത് നിറയാൻ കാരണമെന്ന് കരുതുന്നതായി പോലീസ് പറഞ്ഞു. സംഭവത്തിൽ കാർബൺ മോണോക്സൈഡ് സാന്നിധ്യം പരിശോധിക്കാൻ നൽകിയിട്ടുണ്ട്. ഇതിന്റെ ഫലം വന്നാൽ അപകട കാരണം വ്യക്തമാവും. KK ശൈലജ ടീച്ചർക്കെതിരെ നടത്തിയ സൈബർ ആക്രമണത്തിൽ KSTA ചാലക്കുടി സബ് ജില്ലാ കമ്മിറ്റി പ്രതിഷേധിച്ചു. കൊടകരയിൽ നടത്തിയ പ്രതിഷേധ യോഗം ഉപജില്ലാ ട്രഷറർ MK ഡെയ്നി ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ പ്രസിഡന്റ് VB സിന്ധു അധ്യക്ഷത വഹിച്ചു. ഉപജില്ലാ സെക്രട്ടറി KN വിവേക് സ്വാഗതവും ബ്രാഞ്ച് സെക്രട്ടറി ശ്രീമോൾ നന്ദിയും പറഞ്ഞു. PN രവീന്ദ്രൻ മൂന്നാം അനുസ്മരണ ദിനവും എൻഡോമെന്റ് വിതരണവും സംഘടിപ്പിച്ചു. തലവണിക്കരയിൽ നടന്ന അനുസ്മരണ സമ്മേളനം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. PN രവീന്ദ്രൻ എൻഡോമെന്റ് കായിക മേഖലയിലെ മികവിന് മികച്ച ഫുട്ബോളർ VS ശ്രീകുട്ടന് നൽകി. 10,000 രൂപയും മെമന്റോയുമാണ് അവാർഡ്. TS ബൈജു അധ്യക്ഷത വഹിച്ചു. KP പോൾ, NN ദിവാകരൻ, KS സുരേഷ്, KM വാസുദേവൻ, ഓമന കൃഷ്ണൻകുട്ടി, KA അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. KM ബാബു സ്വാഗതവും സദാശിവൻ നന്ദിയും പറഞ്ഞു. വെറ്റിലപ്പാറ കുടുംബാരോഗ്യ കേന്ദ്രം നടപ്പിലാക്കുന്ന കുട്ടി ഡോക്ടർ പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്കു വേണ്ടി ഭൗമ പുസ്തക ദിനാചരണം സംയുക്തമായി നടത്തി. വാടച്ചാൽ കണ്ണൻകുഴി അങ്കണവാടിയിൽ സംഘടിപ്പിച്ച ദിനാചരണത്തിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ MM മനോജ് ക്ലാസ് എടുത്തു.
കൗമാര ആരോഗ്യത്തെക്കുറിച്ച് ആരോഗ്യ പ്രവർത്തകരായ ഷെമിന TS, സോണി ആൻഡു, മഹേഷ് M, കൃഷ്ണപ്രിയ KS എന്നിവർ സംസാരിച്ചു. ആശാ പ്രവർത്തകരായ ചിത്തിര, മല്ലിക ബാബു, അംഗൻവാടി ടീച്ചർ അംബിക KV എന്നിവർ നേതൃത്വം നൽകി. ഇത്തവണ നമ്മൾ വോട്ട് ചെയ്യുന്നത് ഭാരതത്തിന്റെ ആത്മാവിനെ തിരിച്ചുപിടിക്കാൻ വേണ്ടിയാണെന്ന് അച്ചു ഉമ്മൻ അഭിപ്രായപ്പെട്ടു. കാടുകുറ്റി പഞ്ചായത്തിലെ വിവിധ ബൂത്തുകളുടെ കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളെ ദ്രോഹിക്കുവാൻ മത്സരിക്കുന്ന 2 സർക്കാരുകൾക്കെതിരെ കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പെന്നും ഒരു കാരണവശാലും വോട്ട് ചെയ്യാതിരിക്കരുതെന്നും അച്ചു ഉമ്മൻ പറഞ്ഞു. യോഗത്തിൽ കാടുകുറ്റി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് തോമസ് ഐക്കണ്ണത്ത് അധ്യക്ഷത വഹിച്ചു. MLA സനീഷ് കുമാർ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. സ്ഥാനാർത്ഥി ബെന്നി ബെഹനാന്റെ ഭാര്യ ഷേർലി ബെന്നി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലീന ഡേവിസ്, പഞ്ചായത്ത് അംഗങ്ങളായ മോളി തോമസ്, മനോജ് KC, മേഴ്സി ഫ്രാൻസിസ് പിൻഹിറോ തുടങ്ങിയവർ സംസാരിച്ചു. അവർ പതുക്കെ ലൈൻ ഒന്ന് മാറ്റി. ഒരു സ്ഥാനാർത്ഥി വളരെ വികാരത്തോടെ വിഷമത്തോടെ മാധ്യമങ്ങളോട് പറയുന്ന കേട്ടു, എനിക്കെതിരെ സൈബർ ആക്രമണം ഉണ്ടായി, ഒരു പ്രത്യേകതരം ക്ലിപ്പ് ഇറങ്ങി എന്ന് കരഞ്ഞുകൊണ്ട് പറയുന്ന കേട്ടു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞത് മാറ്റി പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ഇന്ന് അവരുടെ പാർട്ടി സെക്രട്ടറി പറഞ്ഞു അതുണ്ടെന്ന് പറഞ്ഞു. നിങ്ങളൊരു കാര്യം ചെയ്യുക, ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ ഉറച്ചു നിൽക്കുക. അല്ലെങ്കിൽ നുണ പറയാൻ നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ ഒരു കൂടിയാലോചനയോടുകൂടി നിങ്ങൾ. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് എനിക്ക് മുമ്പ് സംസാരിച്ച ഉദ്ഘാടകർ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നില്ലെങ്കിൽ ഇനിയൊരു തെരഞ്ഞെടുപ്പ് ഈ രാജ്യത്തുണ്ടാകില്ല എന്ന് ആശങ്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഈ രാജ്യം കടന്നു പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടത്താനായിട്ടുള്ള സംവിധാനമുണ്ട്. ആദ്യഘട്ട പ്രചാരണത്തിലും പൊതുപര്യടനത്തിലും പോകാൻ കഴിയാതിരുന്ന സ്ഥലങ്ങൾ സന്ദർശിക്കാനായിരുന്നു ചാലക്കുടിയിലെ LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C. രവീന്ദ്രനാഥ് ചൊവ്വാഴ്ച സമയം കണ്ടെത്തിയത്. മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ആശുപത്രികളായിരുന്നു പ്രധാനമായും സന്ദർശിച്ചത്. നിരവധി യുവ വോട്ടർമാരായിരുന്നു അദ്ദേഹത്തെ കാണാനും സംസാരിക്കാനും ഫോട്ടോ എടുക്കാനുമായി മുന്നോട്ട് വന്നത്. കണ്ടംകുളത്തി വൈദ്യശാല, കൊടകര ശാന്തി ആശുപത്രി, ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രി, അപ്പോളോ അഡ്ലക്സ് ആശുപത്രി, രാജഗിരി ആശുപത്രി, ആലുവയിലെ ജില്ലാ ആശുപത്രി എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തിയ രവീന്ദ്രനാഥ് ആശുപത്രി അധികൃതരുമായി ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട് മണ്ഡലത്തിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചർച്ച നടത്തി. ചൊവ്വാഴ്ച രാവിലെ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നായിരുന്നു പ്രചരണം ആരംഭിച്ചത്. ക്ഷേത്രത്തിൽ ആരാധനയ്ക്കെത്തിയവരെ നേരിൽ കണ്ട് പിന്തുണ ഉറപ്പാക്കി. തുടർന്ന് കൊടുങ്ങല്ലൂർ കോവിലകത്തുകുന്നിലെത്തിയ സ്ഥാനാർത്ഥി പ്രദേശത്തെ വോട്ടർമാരുമായി സംവദിക്കുകയും വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. കൊടകര മുസ്ലിം ജമാഅത്ത് പള്ളി, പൂനിലാർക്കാവ് ക്ഷേത്രം, ഡിമാക് സ്റ്റീൽസ്, സണ്ണി സിൽക്സ്, മാള ടൗൺ എന്നിവിടങ്ങളിൽ സന്ദർശിച്ച അദ്ദേഹം ചിറങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ അന്നദാനത്തിലും പങ്കാളിയായി. തുടർന്ന് വെട്ടിക്കൽ സെമിനാരിയിലെത്തി യാക്കോബായ സഭ മെത്രാപ്പൊലീത്ത ഡോക്ടർ കുര്യാക്കോസ് മാർ തിയോഫിലോസുമായി കൂടിക്കാഴ്ച നടത്തി. ദേശീയപാത ചാലക്കുടി പോട്ടയ്ക്ക് സമീപം സുന്ദരി കവലയിൽ തടി കയറ്റി വന്ന പിക്കപ്പ് വാൻ മറിഞ്ഞു. ടയർ പൊട്ടിയതാണ് അപകട കാരണം. തൃശൂർ കൈപ്പറമ്പിൽ നിന്നും പെരുമ്പാവൂരിലേക്ക് തടി കയറ്റി പോവുകയായിരുന്നു പിക്കപ്പ് വാൻ. ഡ്രൈവറെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാലക്കുടി പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ശിവനന്ദനം കാശി മഠം ബാബുസ്വാമിയുടെ പുസ്തകം പ്രകാശനം ചെയ്തു. ശിവരാമൻ മാസ്റ്റർ പുസ്തക പ്രകാശനം നിർവഹിച്ചു. ആദ്യ പുസ്തകം പ്രിൻസിപ്പാൾ സതീഷ് ബാബു ഏറ്റുവാങ്ങി. VK കാസിം അധ്യക്ഷത വഹിച്ചു. ഔസേപ്പ് കുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. PC വേലായുധൻ പുസ്തകത്തെക്കുറിച്ച് സംസാരിച്ചു. സുരേഷ് ബാബു സ്വാഗതവും വിശ്വൻ പള്ളിക്കുന്ന് നന്ദിയും പറഞ്ഞു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6615 രൂപ, പവന് 52,920 രൂപ.
കിനാവിനെ വെല്ലും ചാരുതയാൽ നിറഞ്ഞു നിൽപ്പൂ സ്വർണ്ണ ശോഭയിൽ നിൻമുഖം മാത്രം നിൻമുഖം മാത്രം. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാന്നാമംഗലം വെള്ളക്കാരിത്തടത്ത് കിണറ്റിൽ വീണ കാട്ടാന ചെരിഞ്ഞു. മാപ്രാണത്ത് ബാങ്കിൽ ജീവനക്കാരെ അബോധാവസ്ഥയിൽ കണ്ടെത്തി. കെ ശൈലജ ടീച്ചർക്കെതിരെ നടത്തിയ സൈബർ ആക്രമണത്തിൽ KSTA ചാലക്കുടി സബ് ജില്ലാ കമ്മിറ്റി പ്രതിഷേധിച്ചു. PN രവീന്ദ്രൻ 3ാം അനുസ്മരണ ദിനവും എൻഡോമെന്റ് വിതരണവും സംഘടിപ്പിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.